ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ 10 ലക്ഷം രൂപയുടെ ബോണ്ട് നൽകാൻ ആവശ്യപ്പെടുന്ന ഭരണകൂടം. കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നാമെങ്കിലും സംഭവം നടന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP-യിൽ. അടുത്തിടെ പാസാക്കപ്പെട്ട വിവാദ വഖഫ് ഭേദഗതിക്കെതിരെയുള്ള നിശബ്ദ പ്രതിഷേധങ്ങളെ പോലും അടിച്ചമർത്തുകയാണ് യോഗി ഭരണകൂടം. രാഷ്ട്രീയ മത നേതാക്കൾക്ക് നോട്ടീസ് നൽകുകയും 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള ബോണ്ടുകൾ കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെടുകയുമാണ് പോലീസ്. അല്ലാത്തപക്ഷം കരുതൽ തടങ്കലിലേക്ക് മാറ്റും. UP-യിലെ മുസഫർ നഗറിൽ വഖഫ് ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടാണ് യോഗിയുടെ പോലീസിന്റെ നടപടി. അതിന്റെ ഭാഗമായി 300 പേർക്ക് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. വെള്ളിയാഴ്ചകളിലെ ജുമുഅ ചെറിയ പെരുന്നാൾ നമസ്കാരങ്ങളിൽ കറുത്ത ബാൻഡ് ധരിച്ചുവെന്ന പേരിലാണ് മുസഫറിലെ ആയിഷ മസ്ജിദ് പരിപാലകൻ മുജീബ് ഷിബ്ലിക്ക് പോലീസ് നോട്ടീസ് നൽകിയത്. രാജ്യത്തെ വിവിധ മുസ്ലിം സംഘടനകളുടെ ആഹ്വാന പ്രകാരമായിരുന്നു മുജീബും വഖഫിനെതിരെ പ്രതിഷേധിച്ചത്. എന്നാൽ മുസഫർ നഗർ മജിസ്ട്രേറ്റ് നൽകിയ നോട്ടീസ് പ്രകാരം 2 ലക്ഷം രൂപ ബോണ്ടായി കെട്ടിവെക്കുകയും അതേ തുകയ്ക്ക് ഇരു ജാമ്യക്കാരെ ഹാജരാക്കുകയും വേണം. അങ്ങനെയൊരു നടപടിയിലേക്ക് കടക്കാതിരിക്കാൻ കാരണം വ്യക്തമാക്കാൻ ഏപ്രിൽ 16 വരെയാണ് കോടതി മുജീബിന് സമയം നൽകിയിരിക്കുന്നത്. കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ച് പ്രതിഷേധിച്ചതിലൂടെ പൊതുജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചുവെന്നും സമാധാന അന്തരീക്ഷം തകർക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് പോലീസ് ആരോപിക്കുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ വകുപ്പ് 126, 130 എന്നിവ ഉപയോഗിച്ചാണ് പോലീസിന്റെ നടപടികൾ. അതുപ്രകാരം സമൂഹത്തിലെ സമാധാന അന്തരീക്ഷം ഒരു വ്യക്തി നേരിട്ടോ അല്ലാതെയോ തകർക്കാൻ സാധ്യതയുണ്ടെന്ന് വിവരം ലഭിച്ചാൽ 1 വർഷത്തിൽ കൂടാതെ കാലയളവിലേക്ക് സമാധാനം നിലനിർത്തുന്നതിനായുള്ള ബോണ്ടോ ജാമ്യമോ നൽകാൻ ഉത്തരവിടാൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ അപ്പീൽ പ്രകാരമായിരുന്നു പ്രതിഷേധം നടത്തിയതെന്നും പ്രകടനമോ മുദ്രാവാക്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും മുജീബ് പറയുന്നു. എന്നിട്ടും ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നവർക്ക് മേൽ വൻതുക ബോണ്ടായി അടിച്ചേൽപ്പിക്കുന്നത് വിചിത്രമാണെന്നും ജാമിയത്തുൽ ഉലമ ഈ ഹിന്ദ് സിറ്റി സെക്രട്ടറി കൂടിയായ മുജീബ് ഷിബ്ലി ചൂണ്ടിക്കാട്ടുന്നു. മുജീബിന് പുറമെ ലക്നൌവിൽ സമാജ്വാദി പാർട്ടിയുമായി ബന്ധമുള്ളവർക്കും പോലീസ് സമാനമായ നോട്ടീസ് നൽകിയിരുന്നു. 2025-ലെ വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കുകയും ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുകയും പൊതുസമാധാനം തകർക്കുന്നതിനായി സമൂഹത്തിൽ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും ചെയ്തതായി ആരോപിക്കുന്നതായിരുന്നു നോട്ടീസ്. അവർ പൊതുസമാധാനം തകർക്കാനോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവരോ ആണെന്നതാണ് പോലീസിന്റെ വാദം. നോട്ടീസ് ലഭിച്ചവരിൽ പ്രമുഖ സമാജ്വാദി പാർട്ടി നേതാവും പ്രശസ്ത കവിയുമായ പരേതനായ മുനവർ റാണിയുടെ മകളായ സുമയ്യ റാണയുമുണ്ട്. 10 ലക്ഷം രൂപയുടെ ബോണ്ടും അതേ തുകയുടെ 2 ആൾജാമ്യവും നൽകണമെന്നായിരുന്നു ലക്നൌ പോലീസിന്റെ ആവശ്യം. അത്തരത്തിൽ വഖഫിനെതിരെ സംസാരിക്കുന്നവരെയെല്ലാം പൊട്ടൻഷ്യൽ ക്രിമിനലുകളും സമാധാനം തകർക്കുന്നവരുമായി ചിത്രീകരിക്കുകയാണ് UP പോലീസ്. പൗരന്റെ ഭരണഘടനാവകാശങ്ങൾ ലംഘിക്കുന്നതാണ് നടപടി എന്നാണ് പ്രധാന വിമർശനം. സുമയ്യ റാണ നോട്ടീസ് സ്വീകരിക്കാൻ വിസമ്മതിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും വാട്സാപ്പ് വഴി വീണ്ടും അയക്കുകയായിരുന്നു പോലീസ്. പോലീസ് നടപടിക്കെതിരെ കോടതിയിൽ പോകാൻ ഒരുങ്ങുകയാണ് സുമയ്യ. ഉത്തർപ്രദേശ് സർക്കാരിന്റെയും പോലീസിന്റെയും രീതികൾ സ്വേച്ഛാധിപത്യപരമാണെന്നും ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ ഇതിനെതിരെ പോരാടുമെന്നും സുമയ്യ പറയുന്നു.